ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിപ്പോഴും കാർക്കാല, അതായത് ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ കാർക്കാലയിൽ തന്നെയാണ്. രാവിലെ തന്നെ ഒരു ക്ഷേത്ര ദർശനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളം വിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരു കേരള ട്രഡീഷണൽ കോസ്റ്റ്യൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പോകുന്നത് അനന്തപത്മനാഭ ടെമ്പിളിലാണ്. ഇവിടുത്തെ അനന്തപത്മനാഭ ക്ഷേത്രം ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിനോട് അടുത്ത് തന്നെയല്ലേ പത്മനാഭ സ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ ശ്രീ പത്മനാഭ സ്വാമിയെ പോലെ തന്നെയാണ് ഇവിടുത്തെ ശ്രീ അനന്തപത്മനാഭ സ്വാമി. അനന്തശയനത്തിലാണ് അദ്ദേഹം കിടക്കുന്നത്. അപ്പോൾ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചടങ്ങുകൾ കാര്യങ്ങളിലൊക്കെ ചെറിയ എന്താ പറയുക, ഇവിടത്തേതായ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു കേരള നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അനന്തപത്മനാഭ സ്വാമി എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഒരു ഫീലാണ്. എന്തായാലും രാവിലെ അങ്ങോട്ട് പോവാം. ഇവിടെ ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾസ് ഉണ്ട്, വളരെ പൗരാണികമായ ടെമ്പിൾസ്. കാർക്കാലയുടെ പ്രാധാന്യം അതാണല്ലോ. മോണുമെൻറ്റ്സ് ഉണ്ട്, ജെയിൻ ബസുദീസ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ടെമ്പിളിലേക്ക് പോവാം. ശ്രീ അനന്തപത്മനാഭ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നേരെ കാണുന്നതാണ് ക്ഷേത്രം. AD 1567 AD ആ സമയത്താണ് ഈ ക്ഷേത്രം ഇവിടെ പണിതെന്നാണ് ചരിത്രരേഖകളൊക്കെ സൂചിപ്പിക്കുന്നത്. വളരെ പൗരാണികമായ ക്ഷേത്രം തന്നെയാണ്. ഇവിടെ വലിയൊരു കൊടിമരം കണ്ടോ, കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ഇതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. ബാംഗ്ലൂർ സർക്കിൾ ലൈവ് ടെമ്പിളാണ്. പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അത് കാർക്കാല വാസ് ദ ഏൻഷ്യൻ പാണ്ഡ്യ നഗരി, അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അത് കാർക്കാല ചീഫ്സാണ് ഇത് കണ്ടെത്തിയതും ഈ സ്ഥലത്ത്. അവർ വന്നത് എവിടെ നിന്നറിയോ? ഷിമോഗ ഡിസ്ട്രിക്റ്റിലെ ഹുംച എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണ് ഈ കാർക്കാല ചീഫ്സ്. അന്ന് അവരിവിടെ വന്ന, അപ്പോൾ ഇത് പാണ്ഡ്യ നഗരിയായിരുന്നു. അവർ സന്താര ചീഫ്സിൻ്റെയൊക്കെ പിൻഗാമികളായിരുന്നു എന്നാണ് പറയുന്നത്. ഹു റൂൾഡ് വെസ്റ്റേൺ ഘാട്ട് റീജിയൻ ഏതാണ്ട് 10-11 സെഞ്ച്വറി സമയത്തൊക്കെ. അവരെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഭൈരരാസാസ് എന്നാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇവർ തന്നെയാണ് ഈ കാർക്കാല ഭരിച്ചിരുന്നത്. അതായത് കാർക്കാല ചീഫ്സായിട്ട് ഇവർ വന്നത് കുംച എന്ന് പറയുന്ന ഷിമോഗ ഡിസ്ട്രിക്റ്റിലെ സ്ഥലത്തു നിന്നാണ്. ഈ അനന്തപത്മനാഭ ടെമ്പിളിൻ്റെ മറ്റൊരു പേരാണ് ശേഷശായി അനന്തേശ്വര ടെമ്പിൾ. അത് 1567 ഇവിടെ പണിതത്. ദ ടെമ്പിൾ ഫേസിങ് വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്നത്. ഗർഭഗൃഹ എന്ന് പറയുന്ന സമചതുരസ ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ത്രിതമണ്ഡപ വിത്ത് 4 പില്ലേഴ്സൊക്കെയാണ് അകത്തുള്ളത്. പിന്നെ ഗർഭഗൃഹയുടെ റൂഫ് എന്ന് പറയുമ്പോൾ ത്രിതമണ്ഡല ഒരു 2 നിലയാണ്, 2 ടയേർഡാണ്. The roof over the garbhagriha is covered with copper sheets and the raised neck portion of the upper tier is made up of timber and has reliefs depicting gods and goddesses, അങ്ങനെ പറയുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഹൊറിസോണ്ടൽ സ്റ്റോൺ സ്ലാബ്സാണ് ധൃതമണ്ഡപയുടെ മുകൾ ഭാഗത്ത് റൂഫിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ ഗർഭഗൃഹയ്ക്ക് ചുറ്റും വെച്ചിരിക്കുന്നതും ഹൊറിസോണ്ടൽ സ്റ്റോൺ സ്ലാബ്സാണ്. പിന്നെ ഹോൾ കോംപ്ലക്സ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ പില്ലേർഡ് ക്ലോയിസ്റ്റർ പിയേഴ്സ്ഡ് വിത്ത് എൻട്രൻസ് ഫ്രം ദ വെസ്റ്റ്. ഇവിടുത്തെ മെയിൻ ഡയറ്റി വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അനന്ത ശയന പോസിലുള്ള ആ ഒരു ആദിശേഷയുടെ മുകളിൽ കിടക്കുന്ന മഹാവിഷ്ണു തന്നെയാണ്. അനന്തശയനത്തിൽ കിടക്കുന്ന ഭഗവാന് ചുറ്റും ശങ്കരശാന, പ്രദ്യുമ്ന, അനിരുദ്ധ ഇവരെല്ലാം ആ സാങ്ക്ടോറിയത്തിനകത്ത് തന്നെയുണ്ട്. ബ്രഹ്മാവ് വസിക്കുന്ന താമര അത് അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ഉയരുന്നു. ലക്ഷ്മി ദേവി കാൽപാദത്തിൻ്റെ അവിടെ ഉണ്ടാകും. അങ്ങനെ അതെല്ലാം സെയിം. ഓക്കെ, എക്സാക്ട്ലി അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണോ അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് Lakshmi Mena Shetam Pamuni
ആദിത്യവർണേ തപസൂരിജാതു. ഇതെന്ത്? 1 packet 50 rupees. എന്തിനുള്ളതാ ഇത്? കടലപ്പൊടി. കടലപ്പൊടി കഴിക്കാനുള്ള പ്രസാദം. ಹೌದು, ತಿನ್ಲಿಕ್ಕೆ. ഓക്കെ ഓക്കെ. നമ്മളന്നേನು വിദ്യാനുഗമ്യം വന്ദേ വിഷ്ണുമോഹരം സർവലോകനാഥം അരിഷ്ടാനി സന്തു ദുരിതാനി ഭയാനി ച സാംശുഭം അസ്തു ഗ്രാഹ കുർവന്തു മംഗളം സർവാർത്ഥ സാന്ത്രസ്തു. പ്രസാദമായിട്ട് കൽക്കണ്ടും ചെറിയൊരു ഉണങ്ങിയ ഡേറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ പാക്കറ്റിൽ കടലപ്പൊടിയൊക്കെ വെച്ചിട്ടൊരു പലഹാരം അത് കഴിക്കും. ഉക്കാര പോലെ ഇരിക്കുന്നു കണ്ടിട്ട്, അതുകൊണ്ട് കഴിക്കും. ഇതിവിടുത്തെ പ്രസാദമാണ്. 50 രൂപയാണ് ഇത്. ചെറുപയർ വറുത്ത് പൊടിച്ച തരിതരിപ്പായിട്ട് തേങ്ങ, പഞ്ചസാര എല്ലാം കൂടി ഇട്ട്, അതായത് എനിക്ക് തോന്നും നമ്മുടെ മുന്തിരിക്കൊത്തിനകത്തുള്ളൊരു ഫില്ലിങ്ങിന് വേണ്ടി ചെയ്യില്ലേ, അതുപോലത്തെ ഒരു കൂട്ടാണ്. കുറച്ച് ഡിഫറെൻ്റ് അത്രേ ഉള്ളൂ. ടേസ്റ്റ് അത് തന്നെ ഓൾമോസ്റ്റ്. ചെറുപയർ തരിതരിപ്പായിട്ട് പൊടിച്ചതും തേങ്ങ, പഞ്ചസാര. ഭഗവാന്റെ പ്രസാദമാണ്. ഇവിടുത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്തിരുന്ന് തന്നെ കഴിച്ചു. അത് ഭയങ്കര സെറൈനാണ് കേട്ടോ ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ. ഇതിന് മേളിൽ മച്ചൊക്കെ നോക്കി, ഡബിൾ സ്റ്റോറീഡാണ് ഗർഭഗൃഹ. അതിൻ്റെ മേളിൽ, രണ്ടാമത്തെ നിലയുടെ മേളിൽ തടിയിൽ സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗണപതി ഭഗവാൻ, ദേവി, അങ്ങനെ ആനയൊക്കെ ഇങ്ങനെ കാണാം. നല്ല ഭംഗിയുള്ള സ്കൾപ്ചർ വർക്ക് ഇൻ വുഡ്. പിന്നെ ഹൊറിസോണ്ടലായിട്ടാണ് സ്റ്റോൺ സ്ലാബ്സ്, അതും കാണാൻ പറ്റും. ഈ അനന്തപത്മനാഭ ക്ഷേത്രം ഒറിജിനലി ഒരു ജെയിൻ ബസതിയായിരുന്നു 15-ാം നൂറ്റാണ്ടിൽ, 15th century. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ കാർക്കാല ഭരിച്ചിരുന്നത് ഒരു ജെയിൻ രാജാവായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ 15th centuryയിൽ ശൃംഗേരിയിൽ നിന്നും ജഗദ്ഗുരു ശ്രീ നരസിംഹ ഭാരതി സ്വാമിജി ഇങ്ങോട്ട് വരികയുണ്ടായി. അപ്പോൾ ജെയിൻ രാജാവ് അദ്ദേഹത്തിനെ വളരെ ഊഷ്മളമായിട്ട് വരവേൽക്കുന്നു, വാം വെൽക്കം. അങ്ങനെ കുറച്ച് ദിവസം സ്വാമിജി ഇവിടെ താമസിക്കുന്നു. പക്ഷെ താമസിക്കുമ്പോൾ അദ്ദേഹം ഒരു കണ്ടീഷൻ പറഞ്ഞു. ഇവിടെ ഒരു ക്ഷേത്രം, ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഇവിടെ താമസിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം ഇവിടെ ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളൊന്നുമില്ല, ജെയിൻ ബസതീസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് രാജാവ് അത് സമ്മതിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടാക്കുന്നു. പക്ഷെ ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ ഐഡലില്ല, വിഗ്രഹമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ലോർഡ് അനന്തപത്മനാഭ സ്വാമിയുടെ ഒരു വിഗ്രഹം നെല്ലിക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്മോൾ റിവറിൽ ഇമേഴ്സ്ഡായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. അത് എടുത്തുകൊണ്ട് വന്നാൽ ഇവിടെ വേണമെങ്കിൽ പ്രതിഷ്ഠയാക്കാം. പക്ഷേ രാജാവ് സത്യം പറഞ്ഞാൽ അതിശയിച്ചു. കാരണം പത്മനാഭസ്വാമി ഇങ്ങനെ നെല്ലിക്കാറിലുള്ള ആ ഒരു സ്മോൾ റിവറിൽ അങ്ങനെ ഒരു വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു റിവറിൽ അന്വേഷിച്ചപ്പോൾ അവിടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ആ ഐഡലിനെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പ്രതിഷ്ഠിക്കാനായിട്ടാണ് ഈ ഒരു ബസതി, അതായത് ഇതൊരു ജെയിൻ ടെമ്പിളായിരുന്നു. ആ ജെയിൻ ടെമ്പിൾ ഹിസ് ഹോളിനെസ് ശൃംഗേരിയിലെ സ്വാമിജിക്ക് കൊടുക്കുകയും അവിടെ ആ റിവറിൽ നിന്നും കണ്ടെത്തിയ ചെറിയ പ്രതിഷ്ഠ പത്മനാഭസ്വാമിയുടെ അത് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് രാജാവ് മറ്റൊരു മനോഹരമായ ശില്പം, അനന്തശയനയുടെ ആ ഒരു പോസ്ചറിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന പ്രധാന പ്രതിഷ്ഠ, ലോർഡ് വിഷ്ണു സ്ലീപ്പിംഗ് പൊസിഷനിൽ അനന്തശയനമായിട്ട് അനന്തൻ്റെ ഇങ്ങനെ ആ കോയിലിൽ കിടക്കുന്ന ആ ഒരു പൊസിഷനിലുള്ള ഒരു മാഗ്നിഫിസൻ്റ് ആയിട്ട് ഇവിടെ ഒറ്റ സിംഗിൾ ബ്ലാക്ക് സ്റ്റോണിൽ കാർവ് ചെയ്തിട്ട് സ്കൾപ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീട് ഇവിടെ അതിനോടൊപ്പം പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആ ശയന പോസ്ചറിലാണ് ഇവിടത്തെയും വിഗ്രഹം. ഇവിടെ 5 ദിവസത്തെ ഫെസ്റ്റിവലാണ് ആനുവലി നടക്കുക. ആനുവൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ 5 ദിവസത്തേക്കാണ്. ലക്ഷദ്വീപോത്സവം വരും, അനന്തപത്മനാഭ വ്രത, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് നടത്തും. രഥസമാപ്തിയുണ്ട് ഏറ്റവും അവസാനം. അത് വളരെ ഫെസ്റ്റിവിറ്റിയിലാണ് ചെയ്യുന്നത്. ലാസ്റ്റ് അതൊരു സ്പെഷ്യൽ ഒക്കേഷനാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്ഷനിലാണ് ഈ ക്ഷേത്രം. മുകളിലോട്ട് നോക്കിയാൽ കണ്ടിട്ട് കറക്റ്റായിട്ട് ഹൊറിസോണ്ടൽ സ്റ്റോൺ സ്ലാബ്സാണ് റൂഫിൽ. ധൃതമണ്ഡപത്തിലും ഗർഭഗൃഹത്തിൻ്റെയും മുകളിലെല്ലാം തന്നെ ഇതുപോലെയുള്ള ഹൊറിസോണ്ടൽ സ്റ്റോൺ സ്ലാബ്സ്. ഈ ക്ഷേത്രവും പരിസരവും കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത്ര പൗരാണികമാണ് എന്നുള്ള കാര്യം. 15th century ടൈമിലുള്ളതാണ്. ഇത് ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളും പഴയതാണ്, വളരെ പഴക്കം ചെന്നാണ്. വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ.
അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് ഐതിഹ്യ പെരുമയുള്ളൊരു ക്ഷേത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്ന് വരുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് വീണ്ടും ശ്രീ പത്മനാഭസ്വാമിയെ ഈ കർക്കാലയിൽ വന്ന് കാണാനും അതേ പോസിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളത്, അനന്തശയനം പോസിൽ, അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് പോകാം. നല്ലത്. ഓക്കെ, ഇതൊക്കെ നോക്കിയാൽ ഇവിടുത്തെ ദീപസ്തംഭം. ക്ഷേത്രത്തിൻ്റെ ചുറ്റി നടക്കുമ്പോൾ നോക്കിയാൽ ഒരു സൈഡിലായിട്ട് കുറേ നല്ല പച്ചപ്പും ഇതാ പൗരാണികതയും ക്ഷേത്രത്തിൻ്റെ മച്ചും ഒക്കെ കാണാം. പഴയ ഓട് ഒക്കെ ഇട്ടിട്ട്. ഇന്നിപ്പോൾ രാവിലെ ഒരു മഴക്കോൾ, രാവിലെ സമയമാണ് കേട്ടോ. ഇപ്പോൾ 7:30-7:45 ഞാൻ രാവിലെ എത്തി ഇവിടെ. ഇതെല്ലാം ഇരുണ്ട് കിടക്കുകയാണ്. ഇന്നൊരു മഴക്കോളാന്ന് തോന്നുന്നു. ഭയങ്കര സെറൈൻ അറ്റ്മോസ്ഫിയർ. അങ്ങനെ തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. കുറച്ച് ആൾക്കാർ വരുന്നു, തീർന്നു, പോകുന്നു. അത്രയും മനോഹരമായൊരു ക്ഷേത്ര പരിസരം. ഇതിൻ്റെ ചുറ്റുമുള്ള മതിൽ കംപ്ലീറ്റ് വെട്ടുകല്ലാണ്. മെയിൻ എൻക്ലോഷർ. ഇവിടെ രഥോത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതിനുള്ള രഥമൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കാർക്കാലയിലെ ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു തിരിച്ചിറങ്ങി. ഒരു വലിയ മഹാഭാഗ്യമായിട്ട് വിചാരിക്കുവാണ്. ഇവിടുത്തെ ഒരു പഴയ ഒരു കടയുണ്ട്, മഹാലാസ്യ എന്നാണ് ആ കടയുടെ പേര്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ അവർ അടയ്ക്കും. അപ്പോൾ നേരെ ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാം. മഹാലാസ്യ. ഇവിടുത്തെ ടൊമാറ്റോ ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ട് ദോശയാണെന്ന് തോന്നുന്നു. അത് കുറച്ച് ഫേമസ് ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത്, വായിച്ച് മനസ്സിലാക്കിയത്. മഹാലാസ്യ ഷോപ്പിനകത്ത് കയറി. തിരക്കാണ്. എങ്ങനെയോ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. ഈ സമയത്ത് നമ്മൾ അവിടെ പോയി ബില്ല് എടുത്തിട്ട് പൈസ കൊടുത്ത് വേണം. ഇവിടെ നോക്കിയോ എന്തൊക്കെയാ നോക്കിയോ, പൂരി ബജി, പിന്നെ ഇഡ്ഡലി ചട്നി, പിന്നെ അവിടെ മാംഗ്ലൂർ ബൺസ്, ചമ്മന്തി, പിന്നെ അവലിൻ്റെ സ്വീറ്റ്, ഉപ്പുമാവ് എല്ലാം ഉണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതേ നമുക്ക് എടുക്കും. ഒരു പുതുമയുള്ള കൺസെപ്റ്റ്. ഇത് ബുഫേ പോലെയാണ് കേട്ടോ. നമ്മൾ തന്നെ എടുക്കണം. പൂരി ബജി, ഇഡ്ഡലി ചട്നി, മാംഗ്ലൂർ ബൺസ്, ആൻഡ് ഉപ്പുമാ, ഉപ്പിടും, അവലക്കി ഉപ്പുമാവ് കോമ്പിനേഷൻ. അതായത് ഉപ്പുമാവും അവലിൻ്റെ ഒരു സ്വീറ്റും. പൂരി അവലക്കി ഉപ്പുമാവും അതിൻ്റെ കൂടെ എന്തോ ഒരു കാര്യം, കടലയാ. കോമ്പിനേഷൻ. ഇഡ്ഡലി സാമ്പാർ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അവിടെ പോയി എടുത്ത് അവിടെ തന്നെ പൈസ കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ മഹാലാസ്യ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിനകത്താണ്. ചെറിയൊരു കടയാണ്. ഈ ഓണർ തന്നെയാണ് എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ആൾ, അതൊരു 1 man ഷോ പോലെയാണ്. പക്ഷേ അകത്ത് സഹായിക്കാൻ ആൾക്കാരുണ്ട്, ഷെഫുമാരൊക്കെ. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. രാവിലെ സ്റ്റാർട്ട് ചെയ്യും, ഒരു 9:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. തീരുമ്പോൾ അവരടയ്ക്കും. അതാണ് സംഭവം. അപ്പോൾ തണുത്താൽ പ്രശ്നമുള്ളത് ആദ്യം കഴിക്കാം. പൂരി ആൻഡ് മസാല ബാജി. ഈ ഭാഗത്തെല്ലാം വന്നു കഴിഞ്ഞാൽ കർണാടകയുടെ ഉടുപ്പി, മാംഗ്ലൂർ ചമ്മന്തി ഒരു കോമൺ ഫാക്ടറാണ്. എല്ലാത്തിൻ്റെ കൂടെയും ചമ്മന്തി ആയിരുന്നു. വെരി നൈസ്, സൂപ്പർ മസാല. നമ്മുടെ പൊടിമാസ്, ഇവരുടെ മസാല, ബാജി, പൂരിയുടെ കൂടെ ചമ്മന്തി ആയിരുന്നു. അടിപൊളി. ഇത് നമ്മുടെ ഉപ്പുമാവ്, ഇവരുടെ ഉപ്പിട്ടു. ഇത് സ്വീറ്റ് അവലക്കി ആൻഡ് കടല ഇങ്ങനെ നമ്മളിങ്ങനെ ഉലർത്തിയെടുക്കില്ല, അതുപോലെ പുരട്ടി എടുത്തിരിക്കുന്നു. ഇതൊരു സ്വീറ്റ് ആൻഡ് സേവറി കോംബോ ആണ്. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പുമാവ് ഇങ്ങനെ കടലയുടെ കൂടെ കഴിക്കുന്നത്. പ്ലസ് ഈ ഒരു മധുരം അവലിൻ്റെ നല്ല കോമ്പിനേഷൻ കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയും കൂടെ കഴിക്കാം. ഓക്കെ, ഇഡ്ഡലി വിത്ത് ചമ്മന്തി ആൻഡ് സാമ്പാർ. ചമ്മന്തി ഗുഡ് കോമ്പിനേഷൻ. പക്ഷേ ഇവരുടെ ഇഡ്ഡലി നമ്മുടെ അതിൻ്റെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് തരിയുള്ള അരി വെച്ച് ചെയ്യുന്ന പോലെ തരിതരിപ്പായിട്ട് അരിച്ചിട്ട് ചെയ്യുന്നതാണ്. കുറച്ചൊരു തരിതരിപ്പുണ്ടാവും. ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുന്ന ടൈപ്പല്ല. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇഡ്ഡലീസ്. ഏത് കടയിലാണെങ്കിലും ഇതിങ്ങനെ തന്നെയാണ് പാറ്റേൺ. തമിഴ്നാട് ഇഡ്ഡലി പോലെയല്ല, കർണാടക ഇഡ്ഡലി, കോസ്റ്റൽ കർണാടക. ഇത് നമ്മുടെ മാംഗ്ലൂർ ബൺസ് വെരി കോമൺ ഏരിയയിലെല്ലാം
വിത്ത് കുറുമ ഓർ വിത്ത് ചട്നി. നല്ല സോഫ്റ്റ് നല്ല ഫ്ലഫി. ഓക്കെ, മാംഗ്ലൂർ വൺ നല്ല ഫ്ലഫി അകത്തൊരു വലിയ പൊള്ള ഉണ്ടാവും. ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ക്ഷേത്രത്തിൽ കൂടെ പോകണം. അതും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. അവിടെ കൂടെ പോയിട്ട് ആ വിശേഷം ഷെയർ ചെയ്യും. ഇവിടെ ഓടി വന്നത് എന്താ വെച്ചാൽ ഞാൻ ആ അമ്പലം കൂടെ കഴിഞ്ഞിട്ട് വരാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവർ ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് 8:30. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല, നിങ്ങൾക്ക് ഇത് കാണാനും പറ്റില്ല. അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോക്കാം. അമ്പലം അടക്കില്ല. ഓക്കെ, താങ്ക് യു. മഹലസ്യ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങണം. വളരെ ചെറിയ പൈസയേ ഉള്ളൂ. കുറേ സാധനം വാങ്ങിച്ചു. 240 രൂപയായിട്ടുള്ളൂ. ഇവിടെ പൊതുവെ എല്ലാ കടകളിലും വലുതും ചെറുതും ഏതാണെങ്കിലും ഭക്ഷണത്തിൻ്റെ വില വളരെ കുറവാണ് കമ്പയർ ടു അതർ പ്ലേസസ്. അടുത്ത ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് വെങ്കട്ടരമണ ടെമ്പിൾ, അതും വളരെ ഫേമസ് ആണ്. അങ്ങോട്ടേക്ക് പോകാം. അതായത് തിരുപ്പതി ഭഗവാന്റെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അത്ര പുണ്യം കിട്ടും. ശരി. ശ്രീ വെങ്കട്ടരമണ ടെമ്പിൾ, കാർക്കാല. പടു തിരുപ്പതി എന്നും പേരുണ്ട്. പടു മീൻസ് വെസ്റ്റ് തിരുപ്പതി എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയി പ്രാർത്ഥിച്ചത് ബ്യൂട്ടിഫുള്ളാണ്. അതുമെല്ലാം കാണാൻ ഫുൾ വെള്ളിയാണ്. വെള്ളിയിലാണ് കംപ്ലീറ്റ് വാതിലും ഒക്കെ വെള്ളിയാണ്. സ്വർണ്ണത്തകിട് പോലെ ഫുൾ വിളക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു റിച്ച്. തിരുപ്പതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ റിച്ച് ആണല്ലോ. ഇതും 15th century സമയത്തുള്ളതാണ്. ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസാണ് ഇത് സ്ഥാപിച്ചതും അതുപോലെ ഇപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചും കുറച്ച് ചരിത്രവും കുറച്ച് ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് കംപ്ലീറ്റ്. ഇവിടെ ഇത് മാത്രം കുറച്ച് വെട്ടുകല്ല, പിന്നെ അതെല്ലാം തടിയാണ്. അതിൻ്റെ കയറി വരുന്ന ഭാഗമൊക്കെ ഇതെല്ലാം കോപ്പർ പ്ലേറ്റഡ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് സ്വർണ്ണ നിറമാണ്. അകത്തെല്ലാം സിൽവറാണ് കേട്ടോ, കംപ്ലീറ്റ് സിൽവർ. ഭയങ്കര ഭംഗിയുണ്ട് അകമെല്ലാം കാണാൻ. ശ്രീ വെങ്കട്ടരമണ ക്ഷേത്രം കർക്കാല അറിയപ്പെടുന്നത് പടു തിരുപ്പതി എന്നും കൂടിയാണ്. അതായത് വെസ്റ്റിലെ തിരുപ്പതി. പടു മീൻസ് വെസ്റ്റ്. കന്നഡയിലെ വെസ്റ്റ് എന്ന് പറയുന്നത് പടു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് തിരുമല ടെമ്പിൾ, ദാറ്റ് ഈസ് നമ്മുടെ തിരുപ്പതി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഇക്വലൻ്റാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും. ഇതിൻ്റെ ഒരു ചരിത്രം പറയാനാണെങ്കിൽ ഈ ഒരു ഏൻഷ്യൻ ടെമ്പിൾ ഓഫ് കർക്കാല വാസ് ബിൽറ്റ് ബൈ ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസ് ഓഫ് കർക്കാല എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസ് ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാർ ഗോവ ഇൻവേഡ് ചെയ്തപ്പോൾ അവരവിടെ നിന്നും പെർസിക്യൂഷൻ ഭയന്ന പല സ്ഥലങ്ങളിലേക്കും പോയി. അതിൽ കേരളത്തിലേക്ക് കുറേ പേര് വന്നു, കുറേ പേര് കർണാടകയിലേക്ക് പോയി. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പല ഭാഗങ്ങളിലേക്കും പോയിട്ടുണ്ട്. കർണാടകത്തിലേക്ക് പോയ ആൾക്കാർ കുറേ പേര് ഈ പ്രദേശത്തൊക്കെ വരികയും ഈ സമയം ഇവിടെ ജെയിൻ രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. 15th century കഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. അവരെ പറയുന്നത് ജെയിൻ ഹൈരരാസ ഓഡയാർസ്, അവരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസ് രാജാവിനെ കാണുകയും രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലവും താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ചെയ്തു തരണം. അപ്പോൾ ഈ ജെയിൻ രാജാവ് വളരെ ഉദാര മനസ്കനായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ടാണ് ഇവരെല്ലാം വെൽക്കം ചെയ്തത്. ഇവിടെ വന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ വന്നവരെ കുറേ സ്ഥലമൊക്കെ കൊടുത്തിട്ട് അവർക്ക് അഗ്രികൾച്ചർ കാര്യങ്ങളൊക്കെ നോക്കാനും എടുക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ രാജാവിനെ പോയി കണ്ടിട്ട് അവർക്കൊരു ക്ഷേത്രം പണിയാനുള്ള സ്ഥലം വേണമെന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, ഒരു ക്ഷേത്രം പണിയാനായിട്ടുള്ള സ്ഥലം തരാമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഈ പരിസരം. ടെമ്പിള് പണിയാനായിട്ടൊരു പെർമിഷൻ ചോദിക്കുന്നത് ജെയിൻ കിങ് അന്നുണ്ടായിരുന്നത് ഇമ്മാതി ഭൈരവ എന്ന് പറഞ്ഞ രാജാവായിരുന്നു. അദ്ദേഹത്തിനോടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ നല്ല ഹാപ്പി ആയിട്ട് ജെയിൻ കിങ് ഹാപ്പിലി ഗേവ് ദം ദ ലാൻഡ് ഫോർ ദാറ്റ് പർപ്പസ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ പരിസരത്തൊക്കെ ബ്ലാക്ക് സ്റ്റോൺ ഒരുപാട് കിട്ടുന്ന ഏരിയയാണ്. അങ്ങനെ കുറേ ബ്ലാക്ക് സ്റ്റോണും അവർക്ക് കൊടുത്തു.
അപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ ജെയിൻസ് വളരെയധികം പേട്രണൈസ് ചെയ്തിരുന്നു അതർ റിലിജൻസിനെ നിന്നാണ്. ഒട്ടും തന്നെ അവർ ഭയങ്കര പെർസിക്യൂഷൻ പോളിസിയൊന്നുമല്ല, വളരെ ശാന്തരും നല്ല മറ്റ് മതസ്ഥരെ ബഹുമാനിക്കുന്നവരുമായിരുന്നു. അങ്ങനെ കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളൊരു മഠത്തിലെ ഒരു ലേഡിയുടെ സ്ഥലമായിരുന്നു. അതായത് ഈ സ്ഥലം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ആ മഠം എന്നൊക്കെ പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലേണിംഗ് ഓഫ് വേദാസ് ആൻഡ് പുരാണാസ്. അപ്പോൾ അവിടുത്തെ ഒരു ലേഡിയാണ് ഈ സ്ഥലം അവരുടെ നിന്നാണ് എടുത്തിട്ട് രാജാവ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ലേഡി ഒരു കണ്ടീഷനിലാണ് ഈ സ്ഥലം കൊടുക്കാൻ സമ്മതിക്കുന്നത്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവിടെ ലോർഡ് ശിവയുടെ സെർവൻസ്, ദാറ്റ് ഈസ് ഗാനാസ്, 4 പവർഫുൾ ലോർഡ് ശിവയുടെ അനുയായികളുണ്ട്. അവരെ വേർഷിപ്പ് ചെയ്യണം. അതുകൊണ്ട് അവർക്ക് വേർഷിപ്പ് എന്ന് പറയുമ്പോൾ സാക്രിഫൈസസ് ഓഫ് കോക്കനട്ട്, പിന്നെ ഗ്രീൻ പംകിൻസ്, ടേമറിക് ഇതെല്ലാം കൊടുക്കണമെന്നും, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരുമെന്നും പറഞ്ഞു. അതായത് പവർഫുൾ ഗാനാസ് ഓഫ് ലോർഡ് ശിവ. പിന്നെ ഇയർലി ആയിട്ട് സാക്രിഫൈസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അൺഹോളി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമെന്നൊക്കെ അവർ പറയുന്നു. എന്തായാലും ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസും ജെയിൻ രാജാവും ഒക്കെ ആ ലേഡിയോട് പറഞ്ഞു, മഠത്തിലെ ലേഡിയോട് പറഞ്ഞു, എല്ലാം ചെയ്യാം, കുഴപ്പമില്ല, ഞങ്ങൾ ഈ സ്ഥലം എടുത്തോട്ടേ ചോദിച്ചു. അങ്ങനെയാണ് ഇവിടെ ഈ ടെമ്പിൾ നിർമ്മിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രം പണിയാനായിട്ട് ആവശ്യപ്പെട്ട് ആ ഗ്രൂപ്പിലൊരു പ്രധാനിക്ക് ഒരു സ്വപ്നത്തിൽ ദർശനം കിട്ടുന്നു. അതായത് തിരുപ്പതി ഭഗവാനാണ് സ്വപ്നത്തിൽ വന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാണാനായിട്ട് ഞാൻ വരുന്നുണ്ടാവും, എന്നെയും കൊണ്ട് ഒരാളവിടെ വരും, എൻ്റെ ഐഡലുമായിട്ട് ഒരാൾ വരും, അത് ഇവിടെ സ്ഥാപിക്കാനായിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്വപ്നം കണ്ടിട്ട് അവരിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു ഐഡലിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പറഞ്ഞതുപോലെ തന്നെ തിരുപ്പതി ഭാഗത്തു നിന്നും ഒരു സന്യാസി വരികയും അദ്ദേഹത്തോടൊപ്പം ഒരു ഐഡൽ, അതായത് ഈ ഭഗവാന്റെ വിഗ്രഹവുമായിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ഇനി ഇൻസ്റ്റലേഷൻ സെറമണിയാണ് നടത്തേണ്ടത്. അതായത് ഈ വിഗ്രഹം ഇവിടെ വെക്കണം. അതിനായിട്ടൊരു സ്ഥലം, ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഏത് പൊസിഷനിലാണ് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ അതും സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൗ, അതായത് ഒരു പശുവിനെ അവിടെ കൊണ്ട് കെട്ടുക, പശു പാല് കൊടുക്കുന്ന പശു കുഞ്ഞിന്. അപ്പോൾ കുഞ്ഞിന് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് മിൽക്ക് എവിടെയാണോ വീഴുന്നത് അവിടെ ആയിരിക്കണം, അതാണ് സീക്രട്ട് പ്ലേസ്, അവിടെ ആയിരിക്കണം എൻ്റെ വിഗ്രഹം സ്ഥാപിക്കേണ്ടതെന്നാണ് ആ സ്വപ്നത്തിൽ പറഞ്ഞത്. അതനുസരിച്ച് അവരെല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ലോർഡ് വിഷ്ണുവിൻ്റെ ആഗ്രഹപ്രകാരം തിരുപ്പതി ഭഗവാന്റെ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആ വിഗ്രഹമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. തുടക്കത്തിൽ ഇത്രയും വലിയ ക്ഷേത്രമല്ലായിരുന്നു. സാവധാനം ഈ ടെമ്പിള് വീണ്ടും കുറച്ചുകൂടി വലുതായി വന്നു. കംപ്ലീറ്റ് റെനോവേഷൻ നടന്നത് 1699 to 1700 സമയത്താണ്. പിന്നെ ഇതിനകത്ത് മറ്റ് ഉപദേവതകളുണ്ട്. അതായത് ഗരുഡ ഭഗവാനുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, ഗണപതി ഭഗവാനുണ്ട്. എല്ലാവരെയും അവിടെ ആയിട്ട് ആ വിഗ്രഹങ്ങളും സ്ഥാപിച്ചു. കാലക്രമേണ ഈ ക്ഷേത്രം വളരെ ഖ്യാതിയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന രീതിയിലായി. ഒരുപാട് ഡിവോട്ടീസ് പല ഭാഗങ്ങളിൽ നിന്നും വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പെരുമയെല്ലാം കൂടി വന്നു. ഇപ്പോൾ ഈ ഒരു വലിയ മനോഹരമായൊരു ക്ഷേത്രം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഒരുപാട് അറ്റകുറ്റപ്പണി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പോലെയാണ് ചുറ്റമ്പലം കാണുമ്പോൾ. അകത്ത് കംപ്ലീറ്റ് സിൽവറിലാണ് ചെയ്തിരിക്കുന്നത്. അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റിച്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ തിരുപ്പതി ക്ഷേത്രത്തിലെ പോലെ തന്നെയാണ്. രാവിലെ 6 മണിക്ക് തന്നെയാണ് തുടങ്ങുന്നത്. അത് സാധാരണഗതിയിൽ 5:30, ചില ദിവസങ്ങളിൽ 5:30 മണിക്കാണ്. മറ്റൊന്നുള്ള പ്രസാദം ഇത് അവലൊക്കെ, ഇതൊക്കെ അവല് വിളയിച്ചതാണ്, അവല് നനച്ചതെന്ന് പറയാം. എനിക്കകത്തുനിന്ന് കിട്ടിയതാണ്. ഓക്കെ, ഒരു ടേസ്റ്റ്. ഭഗവാന്റെ പ്രസാദം സൂപ്പറായിരുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ കുറേ മഠങ്ങളുണ്ട്. ഇതെല്ലാം ഈ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഭാരവാഹികളുടെ, അതായത് ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി, ഇവരുടെ ഗൗഡ സരസ്വത് ബ്രാഹ്മിൻ മെമ്പേഴ്സിൻ്റെ വീടുകൾ തന്നെയാണ് ഇതെല്ലാം. അവരെല്ലാം ഇവിടുത്തെ പോറ്റിമാരും പൂജാരിമാരും മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. പഴയ കാലഘട്ടത്തിലേ ഉള്ളതാണ് കേട്ടോ ഇതെല്ലാം. ജെയിൻ വിഗ്രഹങ്ങൾ എല്ലാം, അതിനെല്ലാം ബ്രോൺസ് സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ. കൊടിമരമൊക്കെ വെള്ളിയാണ്, വെള്ളി. ഇവിടെ നട അടച്ചിരിക്കുകയാണ്. ഇത് ശ്രീരാമ ഭഗവാന്റെ പ്രതിഷ്ഠനകത്ത് നോക്കിയാൽ ഇവിടുത്തെ ഈ ഒരു വാതിലും ഇതൊക്കെ കണ്ടില്ലേ, ഡോറ് എല്ലാം സിൽവറാണ്. ഇതുപോലെ സിൽവറാണ് അകത്തെ കാഴ്ചകൾ. ഇവിടെ കുബേര ഭഗവാനുണ്ട്. നമ്മൾ പുറത്തുനിന്ന് എണ്ണ കൊണ്ടുവന്ന് തലയ്ക്ക് 3 പ്രാവശ്യം ചുറ്റി ഭഗവാന് കാണിച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം. അതൊരു കെടാവിളക്കാണ്. നമ്മൾ എണ്ണ കൊണ്ടുവരുന്നു, എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ കാണിച്ചിട്ട് നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിഞ്ഞ് വീണ്ടും നമ്മൾ മുഖം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട്, ഇത് കുബേര ഭഗവാൻ
അതായത് നമുക്ക് സമ്പൽ സമൃദ്ധി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. തിരുപ്പതി ഭഗവാനെ കുറിച്ച് അറിയാലോ, സമ്പന്നതയുടെ ഭഗവാനാണ്. അപ്പോൾ ഒരുപാട് എല്ലാ ഈ ഷോപ്സിലൊക്കെ പോകുമ്പോഴും നമ്മൾ വലിയ പ്രോസ്പറസ് ആയിട്ടുള്ള എല്ലാ കടകളിലും മുമ്പ് കണ്ടിട്ടില്ലേ, തിരുപ്പതി ഭഗവാനെ വെച്ചിട്ടാണ് അവർ ആരാധിക്കുന്നത്. ഇവിടെ കുബേരൻ്റെ ആസ്ഥാനമാണ്, അതായത് പണവും സൗഭാഗ്യങ്ങളും ഒക്കെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. എണ്ണ ഒഴിക്കുമ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്, എണ്ണ ഓൾറെഡി നിറഞ്ഞിരിക്കുവാണ്, എന്നാലും കുഴപ്പമില്ല. ഓയിൽ ഇതിൽ വീണിട്ട് എക്സസ് വരുന്ന ഓയിൽ ഈ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, അതുവഴി ആ പാത്രത്തിലേക്ക് വന്നിട്ട് ബാക്കി വരുന്ന ഓയിൽ ഇവിടുത്തെ ദീപസ്തംഭത്തിലേക്കാണ് ഒഴിക്കുന്നത്. അകത്തേക്ക് പോകണം എങ്ങനെയാണെന്നറിയാം, ഇവിടെ ഹോളുണ്ട്, ഈ വിളക്കിനകത്ത് ഹോളുണ്ട്, അതുവഴിയാണ് എക്സസ് ഓയിൽ ആ ഫണൽ വഴി അങ്ങോട്ട് പോകും. കുബേര ഭഗവാൻ ഇരിക്കുന്നുണ്ടോ, ആമയുടെ മുകളിലാണ്. ആമയും പ്രോസ്പെറിറ്റിയുടെയും വെൽത്തിൻ്റെയും സിമ്പിളായിട്ടല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ആമയുടെ മോതിരം, ആമയുടെ ലോക്കറ്റൊക്കെ ഇടും. ഞാനും ആമയുടെ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹനുമാൻ സ്വാമിയുടെ വലിയൊരു ക്ഷേത്രമുണ്ട്, വീരമാരുതി ടെമ്പിൾ. അതിനെക്കുറിച്ച് പറയുന്നത്, അവിടെ തൊഴുതിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ഇത്രയുള്ളൊരു ഹനുമാനായിരുന്നു, സ്വയം വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് വളർന്ന് അത്ര പൊക്ക റൂഫ് ഇളകേണ്ടി വന്നു. എന്തോ 600 years होगा. 600 years this temple old. Yes, फर्स्ट टाइम टेम्पल होगा, उसका बाद में मेन रोड हो गया. Okay, पहला टेम्पल, उसका बाद में मेन रोड. ഓക്കെ. പണ്ട് ടെമ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 600 വർഷം പഴക്കം. അത് കഴിഞ്ഞിട്ടാണ് റോഡ് വന്നത്. ഓ ടെമ്പിൾ थे इधर, उधर बना दिया. Okay, first this temple, उसका बाद में हनुमान टेम्पल, मूडबद्री में हनुमान मिल गया. ओके, उसका बाद में क्या करने का, उसको इधर इधर भगवान को नैवेद्य बना है, वो खाने के लिए ब्रह्म राक्षस छोड़ना नहीं था, उसको मिलता था. उसका बाद में हनुमान को लेके आकर घोड़ी बनकर वो, उसका बाद में सब खाना सब भगवान को मिल गया. उसका बाद इधर नैवेद्य होने के बाद उधर नैवेद्य हो. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നൈവേദ്യം, പിന്നെ ഹനുമാർക്ക് നൈവേദ്യം. ഓക്കെ, വീര ഹനുമാൻ ടെമ്പിൾ. ഓക്കെ, വീര ഹനുമാൻ ടെമ്പിളിലും കൂടെ പ്രാർത്ഥിക്കണം, അവിടെ പോവാം. അപ്പോൾ ചെറിയ ഹനുമാനായിട്ടൊന്നും ഇപ്പോൾ വലിയതായി റൂഫ് അത് സ്വന്തമായിട്ട് വളർന്നു എന്നാണ് പറയുന്നത്. അത് ക്ഷേത്ര ദർശനമായിട്ട് നമ്മൾ ഒന്ന് ഇരുന്നിട്ട് പുറത്തേക്ക് പോകാനാണ് ചട്ടം. നേരെ ഓപ്പോസിറ്റാണ് ഹനുമാൻ. ഇവിടെ എന്താ വാങ്ങിക്കുന്നത്? ഇവിടെ എന്താ പ്രസാദം? അല്ല, പ്രസാദമല്ല, അവിടെ കൊടുക്കുന്ന ഹനുമാർക്ക് ഇതാണ്. ഓയിൽ മേടിച്ചു അവിടെ. ഓക്കെ, താങ്ക് യു. ഇത് ഹനുമാൻ സ്വാമിക്കുള്ളതാണേ. ഇവിടെയും ഹനുമാൻ സ്വാമിക്ക് എണ്ണ, ദീപസ്തംഭത്തിൽ എണ്ണ ഒഴിക്കുന്ന ഒരു നേർച്ചയുണ്ട്. അവിടെ നേദിച്ചിട്ട് ബാക്കി നമ്മുടെ കയ്യിലാണ് തരും. നമ്മൾക്കിത് തരും പ്രസാദവും. ബാക്കി കഴിക്കാനായിട്ട് ആളുണ്ട് ഇവിടെ, കൊടുത്താൽ മതി. പഴമല്ല, അദ്ദേഹത്തിന് കൊടുക്കാം. 2 തേങ്ങ കൊടുത്തു. അതിൽ ഒരു തേങ്ങയുടെ പകുതി ഭഗവാന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെ പ്രസാദമായിട്ട് തിരിച്ചു തരും. ഇവന് മതിയായി തോന്നുന്നു, പതുക്കെ സ്ലോ ആവുന്നു കഴിക്കുന്നത്. ആവശ്യമുള്ളത് കഴിച്ചോളൂ. മതിയാടാ, അയ്യോ ഏതാണ്ട് മതിയായി. ഓക്കെ, വെരി ഗുഡ്. ആണോ? വെരി ഗുഡ്. നമ്മളകത്ത് കൊടുത്ത തേങ്ങ 2 എണ്ണം ഇവിടെ നിന്നാണ് വെച്ചാൽ അതിൽ ഒരു തേങ്ങ കേടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തിരിച്ചു കൊടുത്തയച്ചിട്ട് വേറെ നല്ലത് കൊണ്ടുവന്നു. അപ്പം ഓക്കെ, ഇപ്പോൾ പുള്ളി പറയാണ് അങ്ങനെ വരുന്നത് വളരെ നല്ലതാണെന്നാണ്, ഒരെണ്ണം കേടാവുന്നത് നല്ലതാണെന്നാണ്. ഓക്കെ, ഇറ്റ് ഇസ് ഗുഡ് എന്ന്. ഓക്കെ, വെരി ഗുഡ് എന്ന് ദൈവത്തിന് അറിയാം. ഓ യെസ്, താങ്ക് യു.
ഓക്കെ, അപ്പം പ്രസാദമായിട്ട് തേങ്ങയും കുറച്ച് പഴം ബാക്കിയവനും മതിയായത് ഞാൻ കൊണ്ടുപോകുന്നു. വെങ്കട്ടരമണ ടെമ്പിൾ അവിടെ, ഇവിടെ ഹനുമാനസ്വാമി. ഓക്കെ, 2 ടെമ്പിളും ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ ഇവിടെ തൊഴുതിട്ട് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ എനിക്കതറിയില്ലായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 സ്ഥലമാണ് നമ്മൾ സന്ദർശിച്ചത്. അതായത് 2 ടെമ്പിൾസ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ജെയിൻ ബസുദീസ് ആണെങ്കിലും ധാരാളം പഴയ പൗരാണികമായ ക്ഷേത്രങ്ങളും ഉണ്ട്. അതിൽ ഇവിടുത്തെ കാർക്കാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടെമ്പിളാണ് ഇന്നിപ്പോൾ കണ്ടത്. ശ്രീ വെങ്കട്ടരമണ ടെമ്പിൾ ആൻഡ് ഹനുമാൻ ടെമ്പിൾ. ഓക്കെ, ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കാർക്കാല വിശേഷങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഉടുപ്പിയിൽ വന്നാൽ കാർക്കാല ഒരു മസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കി കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ, കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തിരിച്ച് ഹോട്ടലിൽ ചെന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ മൂടബദ്രയിലേക്ക് പോവാണ്. ഓക്കെ, ഇനി അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കട്ടെ. നിങ്ങളുടെ കാർക്കാല വിശേഷങ്ങളും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ